നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇത് ഞാൻ നേരത്തെ ഒരു ഓപ്പൺ ടെററിയം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കുറെ മുന്നെയാണ്, ഏകദേശം ഒരു 2-3 വർഷം മുന്നെയാണ് ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ടെററിയം. ഇതൊരു ക്ലോസ്ഡ് ടെററിയം ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഈവൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും ഇത് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. സാധാരണയായിട്ട് ഇതുപോലുള്ള ക്ലോസ് ടെറാറിയം 6 വർഷമൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് ഉള്ള വീഡിയോ എല്ലാം യൂട്യൂബിൽ കാണാറുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. അത് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. എന്നാലും ഇത് കുറെ കാലം നമുക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ലാതെ ഇങ്ങനെ ഈ ടെറാറിയം സൂക്ഷിക്കാവുന്നതാണ്. അതിൽ പ്ലാന്റുകളെല്ലാം വളരും. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ വേസ്റ്റായിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ബോട്ടിലുകളാണ്. ഈ ബോട്ടിലുകൾ എൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അതിൻ്റെ ബ്ലേഡ്, അതിനുപയോഗിച്ച ബ്ലേഡ് എവിടെ കിട്ടുക അതെല്ലാം വിശദമായിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ നെക്ക് ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. കട്ട് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് ലോങ് നെക്കായിരിക്കും, നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു വേസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓപ്പൺ ടെറാറിയം, അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് പുതുതായിട്ട് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഓപ്പൺ ടെറാറിയം ആയിരുന്നു. ഇതും ഇതുപോലെ ക്ലോസ് ടെറാറിയം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഇതിൽ. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കുമെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ടെറാറിയത്തിൻ്റെ ഒക്കെ ഭാവിയിൽ അത് എന്തായിത്തീരുന്നു എന്നൊക്കെയുള്ള ചെറിയ ഷോർട്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം ബോട്ടിൽ. അതിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ ഗമ്മെല്ലാം നന്നായി കളയണം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇടാനായിട്ട് നമുക്ക് വെളുത്ത കല്ല്, വെള്ളാരം കല്ല്, അതുപോലെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് കല്ലുകൾ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ബേബി മെറ്റലാണ്, കറുപ്പ് കളറുള്ള. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഈ ബോട്ടിൽ, അതുപോലെ ഈ മെറ്റലൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ചെയ്യണം എന്നാണ് പറയാറ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇതുപോലൊരു നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ നെറ്റല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പോളിയസ്റ്റർ ക്ലോത്ത്, നല്ല നെറ്റ് പോലെയുള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് 2 ലെയറൊക്കെ ആക്കി ഇട്ട് കൊടുത്താലും മതി. കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ഇടുന്ന പോട്ടി മിക്സ് ഇതിൻ്റെ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം മെറ്റല് നമ്മൾ നന്നായിട്ട് അതിൽ ഏകദേശം ഒരു പരത്തി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ നെറ്റ് അതിലേക്ക് ചുരുട്ടി ഇറക്കി കൊടുക്കുക. പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ലോങ് നീളത്തിലുള്ള ഒരു ടൂള് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും. അത് മരം കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആർക്കും ഉണ്ടാക്കാവുന്നതാണ്. 2 മരത്തിൻ്റെ കമ്പ്, റബ്ബർ ബാൻഡും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അത് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആർക്കും അത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല നീളമുള്ള ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ല നീളത്തിലുള്ള ഒരു ടൂള് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു പോളിയസ്റ്റർ ഷാളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു ക്ലോത്താണ്. അതും നമ്മൾ ഏകദേശം ആ കുപ്പിയുടെ ബേസിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ നെറ്റിൻ്റെ മേലെ അത് വെച്ച് കൊടുക്കാം. നമ്മൾ ഇടുന്ന പോട്ടി മിക്സ്
ഇതിൻ്റെ അടിയിൽ കല്ലിലേക്കൊക്കെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിനി ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ തന്നെ ഈ മെറ്റലിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ നനവുള്ള പൊട്ടി മിക്സാണ് ഇതിൽ ഇടുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലുള്ള സംഗതികളൊക്കെ ഇറങ്ങി നമ്മുടെ താഴത്തെ മെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നനവുള്ള പൊട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വേറെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതാ ഞാൻ പറഞ്ഞ ടൂൾ കേട്ടോ. ഇപ്പോൾ ആ മരത്തിൻ്റെ കണ്ടില്ല, 2 മരത്തിൻ്റെ കമ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കഷ്ണം മരത്തിൻ്റെ പീസ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ആയിട്ട് ടൈറ്റ് ചെയ്തൊക്കെയാണ്. പോട്ടി മിക്സ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മണലും പിന്നെ അതുപോലെ കമ്പോസ്റ്റും ചേർന്നിട്ടുള്ള രണ്ടും പകുതിയായിട്ടുള്ള ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം വളരെ കുറച്ച് സ്യൂഡോമോണസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ പായലാണ്, സിമെന്റ്, നമ്മുടെ കോൺക്രീറ്റ് ടെറസിലൊക്കെ ഉണ്ടാകുന്ന പായലാണ്. ഇതിൻ്റെ മേലെ നമ്മളൊരു നാച്ചുറൽ ഫീൽ കിട്ടാനായിട്ട് വെക്കുന്നത്. ഇതിപ്പോൾ വെയിൽ നല്ല വെയിലുള്ള സമയമുണ്ട്, അത് ഉണങ്ങി കിടന്നിരുന്നതാണ്. അതല്ലെങ്കിൽ ഒരു പച്ച കളർ നമുക്ക് കിട്ടും. അത് ആ സാധനം അടർത്തി എടുത്തിട്ട് വളരെ വൃത്തിയായിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ആ പൊട്ടി മിക്സിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതുപോലെ ഇതുപോലുള്ള ചെറിയ ഇലകളുള്ള പ്ലാന്റുകളാണ് ഇതിനേക്ക് നന്നാവുക. ഞാൻ തൽക്കാലം ഈ ഒരു പ്ലാന്റ് മാത്രമേ ഇതിൽ വെക്കുന്നുള്ളൂ. പിന്നെ വെക്കുന്നത് ഇതുപോലെ ഒരു ആലിൻ്റെ ഒരു കമ്പ് വേര് പിടിപ്പിച്ചതാണ്. ഇത് ഞാൻ കുറേ മുന്നേ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വേരെല്ലാം പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ടാണ് ഇതിൽ വെച്ചു കൊടുക്കുന്നത്. അതുപോലെ ആ ഇലകളെല്ലാം ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ ഇലകളായിരിക്കും ഇത് വരിക. അപ്പോൾ നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സാധാരണ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ്, നല്ല ഉണങ്ങിയ മരമൊക്കെ സ്റ്റെറിലൈസ് ചെയ്തൊക്കെ ഇതിലൊരു ഭംഗിക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇതാണ് വെച്ച് നോക്കുന്നത്. ഇതിന് വലിയ ഇലകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പതുക്കെ തുറന്നിട്ട് നമ്മുടെ ഒരു ലോങ് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയാം, വലിയ ഇലകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് ഇറക്കി കൊടുക്കുക. ഇതുപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള, സാധാരണ സ്റ്റേഷൻ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റോണും അതുപോലെ മണ്ണൊക്കെ കൊണ്ടുകൊണ്ട് നീക്കി കൊടുക്കാനൊക്കെ ആയിട്ട് അതുപോലെ ഒരു ടൂള് ഉള്ളത് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ആ ചെടിയും ഇതുപോലെ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയ പെബിൾസ്, സ്റ്റോണ് അതുപോലെ ഉള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നമുക്കൊരു നാച്ചുറൽ ഫീല് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ടെറസിൻ്റെ മേലൊക്കെ സാധാരണ കാണാറുള്ള ഒരു മോസ്, അതാണ് അത് അടർത്തിയിട്ട് അതാണ് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അത് വേനലായതുകൊണ്ടാണ് അതിനൊരു പച്ച കളറ് ഇല്ലാതെ, അത് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്.
പിന്നെ ഇതിൽ വളരെ ചെറിയ ഇലകളൊക്കെ ഉള്ള കുറ്റിയായിട്ട് വളരുന്ന പ്ലാന്റുകളൊക്കെ വെച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിൽ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്തുള്ള മണി പ്ലാന്റ് പോലുള്ളതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മണി പ്ലാന്റ് ഒക്കെ ഭയങ്കര വലിയ ഇലകളായതുകൊണ്ടാണ് ഞാൻ അതിൽ വെക്കാതിരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ക്ലോസ്ഡ് ടെറാറിയമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ചില പ്രാണികളൊക്കെ അത് നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് കളക്ട് ചെയ്യാം. അതെങ്ങനെ കളക്ട് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. വേണമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങനെ കളക്ട് ചെയ്യാവുന്നതല്ല. അതല്ലാതെ പിന്നെ ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അത് അതിൻ്റെ പേര് സ്പ്രിംഗ് ടൈൽസ് എന്നാണ്. ഞാൻ അതിൻ്റെ പേര് ഇതിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട്. പിന്നെ മണ്ണിര ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത്ര പ്രാണികളൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. അതെന്താ വെച്ചാൽ ഭാവിയിൽ ഈ ചെടികളൊക്കെ വളർന്ന് അതിൻ്റെ ഇലകളൊക്കെ ഇതിൽ വീഴുന്ന സമയത്ത് അത് ഡീകമ്പോസ്റ്റ് ചെയ്യാനും പിന്നെ സാധാരണ പ്രകൃതിയിൽ നടക്കുന്ന ഒരു എക്കോ സിസ്റ്റംസ് വർക്ക് ചെയ്യാനായിട്ട് അത്തരം പ്രാണികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിലതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മളിതിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ക്ലേ ബോൾസ്, ലീക്ക ബോൾസ് എന്നൊക്കെ പറയും കേട്ടോ. അത് വേണമെന്നില്ല, നമുക്ക് സാധാരണ കല്ലുകൾ ഇട്ട് കൊടുത്താലും മതി. അത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ക്ലോസപ്പ് അതിൽ കാണിക്കാൻ വിട്ടുപോയി. ക്ലേ ബോൾസ്, ലീക്ക ബോൾസ് എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് വാങ്ങാൻ കിട്ടും. വലിയ വില ഒന്നുമില്ല. ചെറിയ പാക്കറ്റുകളൊക്കെ ഈ അഗ്രികൾച്ചറൽ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും. അതാണ് ഞാൻ പറയുന്ന ക്ലേ ബോൾസ്. പിന്നെ ഇതുപോലെ ഒരു കമ്പി വളച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു തുണി ചുറ്റിയിട്ട് നമുക്ക് ഈ സൈഡൊക്കെ തുടച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഭാവിയിലും വേണമെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുപ്പിൻ്റെ അകമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കാം. അപ്പോൾ അതിങ്ങനെ വളച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നന്നായി തുടച്ചു കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ഒരു കോർക്ക് പോലെ ഒരു ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം അതിൽ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അതായത് നമ്മൾ തെർമോക്കോൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യണം. സാധാരണ തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കാരണം അത് ഒന്ന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാനാണ്. എന്നിട്ട് അത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴുള്ള കുറച്ചും കൂടി തെർമോക്കോൾ പോലുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഹാർഡായിട്ടുള്ള ഇതാണ് ആ സാധനം. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു സംഭവമാണിത്. എനിക്ക് ഇതുപോലെ എന്തോ സാധനം പാക്ക് ചെയ്ത് വന്നപ്പോൾ കിട്ടി ഞാൻ എടുത്തു വെച്ചാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കത്തിയൊക്കെ ഉപയോഗിച്ച് മുറിച്ച് നമുക്ക് വേണ്ട ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള തെർമോക്കോൾ ഉണ്ട്, അതായാലും മതി കിട്ടാം ഇങ്ങനെ ഒരു കോർക്ക് പോലെ ഉണ്ടാക്കാനായിട്ട്. കാരണം നമ്മൾ ആ ബോട്ടിലിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞ കാരണം അതിന് അതിൻ്റെ മൂടിയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മൂടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് അത് അത്ര സുഖമായിട്ട് തോന്നുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മരം ഇതുപോലെ മരക്കമ്പ് ചെത്തിയെടുത്തുകൊണ്ട് നമുക്കൊരു കോർക്ക് പോലെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഈ ടെറാറിയം
ഒരു ജനലിൻ്റെ സൈഡ്, അതുപോലെ അല്പം വെയിൽ കിട്ടുന്ന, വെയിലല്ല വെളിച്ചം കടന്നു വരുന്ന ഭാഗങ്ങളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതേസമയം തന്നെ ഒരുപാട് വെയിലത്ത് വെക്കുന്നത് നല്ലതല്ല. ഒരു ചെറിയ രീതിയിൽ വെളിച്ചം കടന്നു വരുന്ന ഭാഗത്ത് വെച്ചാൽ മതിയാവും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ഇതിൽ ഇടുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ചില ക്രാഫ്റ്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഇതിലിടാറുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ നമുക്കിടാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പറ്റാവുന്ന രീതിയിലുള്ള സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് വീഡിയോ എല്ലാം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് നല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഞാൻ മുന്നേ വളരെ ഡിസ്റ്റിഡിയ പോലുള്ള ചില ചെടികളൊക്കെ ചെയ്തിട്ട് അത് സക്സസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കയ്യിൽ കിട്ടിയൊരു സാധാരണ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലായാലും കുഴപ്പമില്ല, അതിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ മേലേക്ക് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ കെടുത്തി വെച്ച രീതിയിലും നമുക്കിതിൽ ചെയ്ത് നോക്കാം.